ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കപ്പ് കേക്ക് ബൊക്കെയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനായിട്ട് വേണ്ടത് ഒന്ന് ബട്ടർ ക്രീമാണ്, പിന്നെ വേണ്ടത് കപ്പ് കേക്ക്സ്, പിന്നെ ഈ കപ്പ് കേക്ക്സിനെ വെക്കാനായിട്ട് കുറച്ച് പേപ്പർ കപ്സ് വേണം, പിന്നെ ഒരു സ്റ്റേപ്ലർ, പിന്നെ ഒരു പൈപ്പിംഗ് നോസിൽ, പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്, പിന്നെ കുറച്ച് ഫുഡ് കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബൊക്കെയാണ് ഉണ്ടാക്കുക, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിങ്ക് കളറിലുള്ള കപ്പ് കേക്ക്സ് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ക്രീം മിക്സ് ചെയ്യാം. ഞാനിതിനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള കപ്പ് കേക്ക്സിൻ്റെ സർഫസ് അത്ര സ്മൂത്ത് അല്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സർഫസ് നല്ല ക്ലിയറുള്ള കപ്പ് കേക്ക്സ് തന്നെ തിരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നൈഫ് ഉപയോഗിച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേപ്പർ കപ്സ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇതിനായിട്ട് ഞാനിതിനൊരു ഫ്ലവർ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്റ്റേപ്പിൾ ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് ബൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കപ്പ് കേക്ക്സ് ഇതിലൊന്ന് ഫില്ല് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ഗ്രീൻ കളർ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഗ്രീനൊന്നുമല്ല. ഇനി ഇതിലേക്ക് ഓരോ കപ്പ് കേക്ക്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ കപ്പ് കേക്ക്സും ഫില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ കപ്പ് കേക്ക്സൊക്കെ പേപ്പർ കപ്പിനകത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്സ് ഒന്ന് ഫില്ല് ചെയ്യണം. അതിനായിട്ട് ഞാൻ സ്ക്വയറായിട്ട് മുറിച്ചിട്ടുള്ള ഗ്രീൻ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് റോള് ചെയ്തിട്ട് ഇതിനിടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക, ക്രീമിലൊന്നും തട്ടാതിരിക്കാനായിട്ട്. ജസ്റ്റ് സെൻറ്ററിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി.
അപ്പം ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റാപ്പ് ചെയ്യാനായിട്ട് ഞാൻ റെഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 3 പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കോണായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കപ്പ് കേക്ക്സ് വെച്ച് കൊടുക്കാം. ഇനി സൈഡിൽ നിന്ന് ഒന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സെല്ലോ ഫ്ലൈൻ ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് ഇതിനെ റാപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനോഹരമായിട്ടുണ്ടാവും കാണാൻ. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ചെയ്യുന്നത്. ഇത്രയും ചെയ്താൽ തന്നെ ഭംഗിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. എല്ലാ സൈഡും മുകളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് ബൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പം മുഴുവനായിട്ടും റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് വിടർത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള മറ്റൊരു വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.